Hello students, today we are going to see how a galvanometer can be converted to a voltmeter and then to a ammeter. ഇപ്പോൾ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട്. ഒരു സർക്യൂട്ടിൽ നമുക്ക് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഗാൽവനോമീറ്റർ. അത് ജസ്റ്റ് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. യു കനോട്ട് മെഷർ ദി കറണ്ട്, അതായത് എത്ര ആംപിയർ കറണ്ട് ഉണ്ട്, ഇൻറ്റൻസ് എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എന്നുള്ളത് നമുക്ക് ചെറിയ കറണ്ട് ആണോ, മില്ലി ആംപിയറിലാണോ, മൈക്രോ ആംപിയറിലാണോ, ആംപിയറിലാണോ, അങ്ങനെയൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പം ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അത് മാത്രമാണ് ഗാൽവനോമീറ്റർ ചെയ്യുക. ദി പ്രിൻസിപ്പിൾ ഓഫ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദാറ്റ് കറണ്ട് കാരിയിങ് ലൂപ്പ് ഓർ കോയിൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. അപ്പോൾ ഒരു കറണ്ട് കാരിയിങ് ലൂപ്പ്, അത് നിങ്ങളെ ആ ലൂപ്പിലൂടെ ഒരു കറണ്ട് പോവുകയാണെങ്കിൽ പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് അതൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ ടോർക്ക് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അതിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. അപ്പം ആ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? നമ്മൾ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് പ്രപ്പോർഷണൽ ആയിരിക്കും. സോ ഇൻ ദ ഗാൽവനോമീറ്റർ ഐ ഈസ് പ്രപ്പോർഷണൽ ടു തീറ്റ. അപ്പോൾ ഐ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഐ ഈസ് പ്രപ്പോർഷണൽ ടു തീറ്റ or I is equal to k theta എന്ന് എഴുതാം. and k is a constant called galvanometer constant. galvanometer constant എന്നാണ് ഇതിന് പറയുക, k എന്നുള്ള ക്വാണ്ടിറ്റി. ഇനി വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താ വെച്ചാൽ ദ മാക്സിമം സേഫ് കറണ്ട് വിച്ച് ക്യാൻ ബി പാസ് ടു ദി ഗാൽവനോമീറ്റർ ഇസ് ഐ ജി. അതായത് ഐ ജി കറണ്ട് പാസ് ചെയ്ത സമയത്ത് ദ മാഗ്നറ്റോമീറ്റർ വിൽ ഷോ ദ ഗാൽവനോമീറ്റർ വിൽ ഷോ മാക്സിമം ഡിഫ്ലക്ഷൻ. മാക്സിമം ഡിഫ്ലക്ഷന് വേണ്ടി ഒരു ഗാൽവനോമീറ്ററിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന കറണ്ടാണ് ഐ ജി എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ കറണ്ട് ആയി കഴിഞ്ഞാൽ it will damage the galvanometer. അപ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ ഐ ജി കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടും. ഓക്കെ, that is the galvanometer show full deflection for the current Ig. When we convert a galvanometer to voltmeter or an ammeter, the current through the galvanometer should not be more than Ig. അപ്പോൾ ഇതിലുള്ള കറണ്ട് ഐ ജിനെക്കാട്ടും കൂടാൻ പാടില്ല. ഐ ജിനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ that will damage the instrument. അപ്പോൾ ഐ ജി ആണ് അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്താലും ഗാൽവനോമീറ്റർ ആയിട്ട് വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്താലും അതിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം ഇപ്പോൾ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ടു വോൾട്ട്മീറ്റർ ബൈ കണക്ടിങ് എ ലാർജ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ടു ദി ഗാൽവനോമീറ്റർ. അപ്പം നമ്മളുടെ വലിയ റെസിസ്റ്റൻസ് ഈ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മളൊരു ഗാൽവനോമീറ്ററിനെ ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോട്ടഡ് ലൈനിൽ ഈ ബോക്സിനുള്ളിലുള്ളതാണ് ഒരു വോൾട്ട് മീറ്റർ. അപ്പോൾ ഇത് ടുഗദർ എ ഗാൽവനോമീറ്റർ വിത്ത് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ടു ഇറ്റ് വർക്ക് ആസ് എ വോൾട്ട് മീറ്റർ. അപ്പോൾ ഈ വോൾട്ട് മീറ്ററിന് എത്രയാണ് റീഡിംഗ് എന്നുള്ളത് ഇവിടെ നമുക്ക് എയും ബിയും ഇടയിലുള്ള വോൾട്ടേജ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ ജി ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഗാൽവനോമീറ്റർ. ഇവിടെ ജി എന്ന് കാണിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണ്. ഗാൽവനോമീറ്ററിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, അതാണ് ജി എന്ന് കാണിച്ചിരിക്കുന്നത്. ഐ ജി എന്ന് പറഞ്ഞ ഇതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറന്റ് ആണ്. ആൻഡ് വി ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദിസ് വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്റർ കൺവേർട്ടഡ് വോൾട്ട്മീറ്റർ അല്ലെ, കൺവേർട്ടഡ് ഗാൽവനോമീറ്റർ ആണ്. ആൻഡ് ദാറ്റ് ഇസ് എ വോൾട്ട്മീറ്റർ. ഇനി ഈ വാല്യൂ ഒക്കെ എത്രയാന്ന് നോക്കാം. വി ബൈ ആർ പ്ലസ് ജി ആയിരിക്കും നമ്മൾ ഐ ജി. അതായത് ഇവിടെ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് പറഞ്ഞ റെസിസ്റ്റൻസ് സീരീസ് ആണ്. സീരീസ് റെസിസ്റ്റൻസ് ആകുമ്പോൾ എന്താണ്, ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി സം ഓഫ് ദി ടു. സോ ആറും ജിയും ആണ് റെസിസ്റ്റൻസസ്. അപ്പോൾ ആർ പ്ലസ് ജി ആയിരിക്കും ഈ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ്. ആൻഡ് പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ വി ഡിവൈഡ് ബൈ ആർ പ്ലസ് ഐ ജി വിൽ ഗിവ് യു ദ കറന്റ് ത്രൂ ദ സർക്യൂട്ട്. ഐ ജി ആണ് കറന്റ്, ഐ ജി ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. സോ വി ഇസ് ഈക്വൽ ടു നമുക്ക് ഐ ജി ഇൻറ്റു ആർ പ്ലസ് ജി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ ജി ഇസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ പ്ലസ് ജി എന്ന് എഴുതാം. അതായത് നമ്മൾ ഓംസ് ലോ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സോ വി ഡിവൈഡ് ബൈ ആർ പ്ലസ് ജി വിൽ ഗിവ് യു ഐ ജി. ഈ ഐ ജി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറന്റ് ആണ്. That is, the galvanometer will show full scale deflection for the potential difference V. അതായത് ഐ ജി ആണ് മാക്സിമം കറന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം കറന്റ് അതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ തീറ്റ ജി അല്ലേ. അപ്പോൾ വി എന്ന് പറയുന്നത് ഇതിന്റെ മാക്സിമം വോൾട്ടേജ് ആയിരിക്കും. ഇതിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് ആണ് വി എന്ന് പറയുന്നത്. ഓക്കെ,
Thus now the galvanometer is converted to a voltmeter which can measure a maximum potential difference of V. Now നമുക്ക് ഇതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് എങ്ങനെ പറയാം നോക്കാം. തീറ്റ ജി ആണ് ഫുൾ സ്കെയിൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഐ ജി കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ് തീറ്റ ജി എങ്കിൽ then the potential difference per deflection. അപ്പോൾ അത് വി വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റ ജി ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ പെർ ഡിഫ്ലക്ഷൻ എത്രയാണ് പൊട്ടൻഷ്യൽ എന്ന് എങ്ങനെ കാണാം? വി ബൈ തീറ്റ ജി. That is the potential difference per deflection. ഒരു ഡിഫ്ലക്ഷനിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് വി ബൈ തീറ്റ ജി ആയിരിക്കും. അപ്പൊ ഇനി നമ്മൾ വേറൊരു വോൾട്ടേജ് കൊടുക്കുകയാണ്. മാക്സിമം ഇവിടെ നമുക്ക് ആർ പ്ലസ് ജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ വോൾട്ടേജ് കുറച്ച് കുറയ്ക്കുക. വോൾട്ടേജ് കുറയുമ്പോൾ കറന്റ് കുറയും. ഈ ഐ ജിനെക്കാട്ടും കുറച്ച് കറന്റ് നമുക്ക് അങ്ങനത്തെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഐ ജി മാക്സിമം ആണ്, അതിനെക്കാട്ടും കുറവ്. അപ്പൊ വി ഡാഷ് എന്നൊരു ഒരു വോൾട്ടേജ് ആണ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ. നമ്മൾ വോൾട്ട് മീറ്റർ ആണല്ലോ ഇപ്പം കൺവേർട്ട് ചെയ്തു ഗാൽവനോമീറ്ററിന്. അപ്പൊ വി ഡാഷ് എന്നൊരു വോൾട്ടേജ് ആണ് മെഷർ ചെയ്യണമെങ്കിൽ ആ വി ഡാഷ് നമ്മൾ ഇതിലൂടെ വി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറന്റ് ഇതിലൂടെ പാസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിഫ്ലക്ഷൻ കിട്ടും. ദാറ്റ് ഡിഫ്ലക്ഷൻ ഇസ് തീറ്റ ജി. തീറ്റ അല്ലെ, തീറ്റ ജി എന്ന് പറയുന്നത് ഐ ജിക്കാണ്. ഐ ജിനെക്കാട്ടും കുറവാണ് നമ്മൾ കൊടുക്കുന്ന കറന്റ് ബിക്കോസ് വി ഡാഷ് ഇസ് ലെസ് ദാൻ വി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണം, അതിനാണ് വോൾട്ട് മീറ്റർ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി പെർ ഡിഫ്ലക്ഷൻ ഉള്ള പൊട്ടൻഷ്യൽ ആണ് വി ബൈ തീറ്റ ജി എന്ന് പറയുന്നത്, പെർ ഡിഫ്ലക്ഷൻ. ഇപ്പൊ വി ബൈ തീറ്റ ജി, ഇപ്പം വി ഡാഷ് വോൾട്ടേജ് കൊടുത്തപ്പോൾ ഉണ്ടായ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഡാഷ് വിൽ ബി ഈക്വൽ ടു വി ബൈ തീറ്റ ജി ഇൻറ്റു തീറ്റ. സോ ദിസ് വേ യു ക്യാൻ മെഷർ ദി വോൾട്ടേജ്. ഒരു വി ഡാഷ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ പെർ ഡിഫ്ലക്ഷൻ ഉള്ള വോൾട്ടേജ് എത്രയാണ്? വി ബൈ തീറ്റ ജി ആണ്. അതേ ഇൻറ്റു ഈ വി ഡാഷ് നമ്മൾ ഇതിലൂടെ നമ്മൾ കൊടുത്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ എത്രയാന്ന് നോക്കുക, അതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഡാഷ് എത്രയാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് വേ യു ക്യാൻ മെഷർ ദി വോൾട്ടേജ് യൂസിങ് ദി ഗാൽവനോമീറ്റർ. ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ ഇസ് കൺവേർട്ടഡ് ഇൻറ്റു വോൾട്ട് മീറ്റർ അല്ലേ, കൺവേർട്ടഡ് വോൾട്ട് മീറ്റർ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് ആറിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആറിന്റെ വാല്യൂ ഇതാണ് നമ്മളെ ഇക്വേഷൻ. വി ഡിവൈഡ് ബൈ ആർ പ്ലസ് ജി ഈസ് ഈക്വൽ ടു ഐ ജി. അവിടുന്ന് വി ബൈ ഐ ജി ഈക്വൽ ടു ആർ പ്ലസ് ജി എന്ന് എഴുതാം. ഇതിന്ന് ആർ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? വി ബൈ ഐ ജി മൈനസ് ജി എന്ന് എഴുതാം. സോ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ജി ആയിരിക്കും. Now the total resistance of voltmeter is എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ഡാഷ് എടുക്കുകയാണെങ്കിൽ ആർ പ്ലസ് ജി ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തേക്ക് എടുത്ത ആർ പ്ലസ് ജി ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. ദാറ്റ് വിൽ ബി വെരി ഹൈ. ജി തന്നെ നമ്മൾ ഒരു അത്യാവശ്യം വലിയ വാല്യൂ ആയിരിക്കും. ആൻഡ് യു ആർ കണക്ടിങ് എ വെരി ഹൈ resistance in series to the galvanometer. So total resistance എന്തായിരിക്കും? Sum of these two ആയിരിക്കും because these are connected in series. So total resistance will be equal to R plus Ig. Ideally, you can say that it is infinity. അതായത് വളരെ high resistance എന്നാണ് ഉദ്ദേശിക്കുന്നത്. So this way you can convert a galvanometer into voltmeter. Next we will see how you can convert a galvanometer into ammeter. ഇപ്പോൾ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എങ്ങനെയാന്ന് നോക്കാം. അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു വെരി ലോ കറന്റ് വരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അതിനെ മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ആണ് അമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എൻ അമീറ്റർ by connecting a low resistance. ആ റെസിസ്റ്റൻസിന് വേറൊരു പേര് കൂടെ ഉണ്ട്, ഷണ്ട് റെസിസ്റ്റൻസ്, ഇൻ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം വിത്ത് ദ ഗാൽവനോമീറ്റർ. നമ്മൾ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഗാൽവനോമീറ്റർ ആയിട്ട് അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് you have to connect this shunt resistance in parallel with the galvanometer. The resistance of the shunt depends on the range of the ammeter. അമീറ്ററിന്റെ റേഞ്ചിനനുസരിച്ച് എത്ര റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് മെഷർ ചെയ്യേണ്ടത്. നമുക്ക് എത്ര ആംബിയർ ഐ ആംബിയർ അല്ലെങ്കിൽ എത്ര ആംബിയർ ആണ് മെഷർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മില്ലി ആംബിയർ ആണോ മെഷർ ചെയ്യേണ്ടത്, ആ രീതിയിൽ. ഇപ്പൊ 0 to 1 വരെ മെഷർ ചെയ്താൽ മതി, അല്ലെങ്കിൽ 0 to 10 ആംബിയർ വരെ മെഷർ ചെയ്യണമെങ്കിൽ അങ്ങനെ ആ രീതി അതിന് നമുക്ക് അനുയോജിച്ച് നമുക്ക് റെസിസ്റ്റൻസിനെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി let Ig be the maximum current through the galvanometer. Ig ആണ്
നമ്മൾ നേരത്തെ പറഞ്ഞു ഗാൽവനോമീറ്ററിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന സേഫ് കറന്റ് തന്നെ IG ആണ്. ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ആൻഡ് G be its resistance. G ആണ് ഇതിന്റെ റെസിസ്റ്റൻസ് എങ്കിൽ നമുക്കറിയാം ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് G ആണെന്ന് എടുത്തത്. അപ്പം നമ്മളൊരു യു ആർ ഗോയിങ് ടു മെഷർ എ കറന്റ് ഓഫ് I ആംബിയർ ആൻഡ് I ആംബിയർ കറന്റ് മെഷർ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി യു ആർ കണക്ടിങ് എ റെസിസ്റ്റൻസ് S, shunt resistance S in parallel with the galvanometer. Parallel ആയിട്ട് ഗാൽവനോമീറ്ററിന് കണക്ട് ചെയ്യാം. ഇതാണ് അതിന്റെ സർക്യൂട്ട്. I ആംബിയർ കറന്റ് ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. യു ആർ ഗോയിങ് ടു മെഷർ I ആംബിയർ കറന്റ് യൂസിങ് ദിസ് ഡിവൈസ്. ഇതാണ് നമ്മളുടെ അമീറ്റർ. ഇപ്പം galvanometer which is connected shunt resistance S is connected in parallel with this galvanometer. അപ്പം പാർട്ട് IG ഇതിലെങ്ങനെയാണ് ഉണ്ടാവുക? ഈ I പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും അല്ലേ? ഒരു പാർട്ട് ഇവിടേക്ക് പോകും, ഒരു പാർട്ട് ഇങ്ങോട്ടും പോകും. ഇവിടേക്ക് പോകുന്നത് ഒരു സേഫ് കറന്റ് ആയിട്ടുള്ള IG ഇതിലൂടെ പാസ് ചെയ്ത് ബാക്കി കറന്റ് I മൈനസ് IG വിൽ പാസ് ത്രൂ ദ ഷണ്ട് റെസിസ്റ്റൻസ് S. ഇനി ജിയും എസും പാരലൽ ആണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇതിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ജിയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എസും സെയിം ആയിരിക്കും. So the potential difference across S is equal to the potential difference across V. Potential difference ഉം വോൾട്ടേജ് എന്ന് പറഞ്ഞാലൊക്കെ സെയിം തന്നെ. So IG into G എന്ന് പറയുന്നത് ഇതിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ IG into G ആണ് ഈ ഇതിലൂടെ പോകുന്ന കറന്റ് IG, ഇതിലെ റെസിസ്റ്റൻസ് G ആണ്. So IG into G ആയിരിക്കും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. That potential difference will be equal to I minus IG into S. I into resistance, current into resistance will give you the potential. So IG into G is equal to I minus IG into S. ഇതിൽ നിന്ന് നമുക്ക് S കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ് ഇവിടെ നമുക്ക് എടുക്കേണ്ട പാരലൽ ആയിട്ട് കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണെന്ന് ഇവിടുന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് IG into G divided by I minus IG. അപ്പോൾ ഇവിടെ നമ്മൾ ഈ I വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചോയ്സ് ആണ്. നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള അമീറ്റർ എത്ര റീഡ് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ തീരുമാനിക്കാം. I എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നമുക്ക് മാക്സിമം ആയിട്ടുള്ള കറന്റ് ആണ്, മാക്സിമം മെഷർ ചെയ്യേണ്ട കറന്റ് ആണ് ഈ I എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ച് യു ഹാവ് ടു ചേഞ്ച് ദ വാല്യൂ ഓഫ് എസിൻ്റെ വാല്യൂ അതിനനുസരിച്ച് ചേഞ്ച് ആവും. സോ ദിസ് വേ യു ക്യാൻ കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ടു an ammeter. Next we have the temperature coefficient of resistance. ഇപ്പോൾ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് നമ്മളുടെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും ഫോർ എ മെറ്റൽ അല്ലെങ്കിൽ കണ്ടക്ടർ എന്ന് പറയാം. അപ്പോൾ കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സെമി കണ്ടക്ടേഴ്സിന് നേരെ തിരിച്ചായിരിക്കും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരിക ചെയ്യുക. അതിന് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഇത് മെഷർ ചെയ്തിട്ട് നമുക്കൊരു മെറ്റീരിയൽ എന്താണ് കണ്ടക്ടർ ആണോ സെമി കണ്ടക്ടർ ആണോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അതിനുള്ള ഫോർമുല? ഇഫ് R0 is the resistance at 0 degree Celsius and RT is the resistance at T degree Celsius. അങ്ങനെയാണെങ്കിൽ RT is equal to R0 into 1 plus alpha T ആയിരിക്കും. And from here alpha is the temperature coefficient of resistance and alpha is equal to RT minus R0 divided by R0 into T. The increase of resistance per unit original resistance per degree rise of temperature is called temperature coefficient resistance. Increase of resistance per unit original resistance. Increase of resistance പറഞ്ഞാൽ RT minus R0 എത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഡിഫറൻസ് പറഞ്ഞാൽ എത്രത്തോളം റെസിസ്റ്റൻസിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. Per unit original resistance divided by R0 and per degree rise of temperature അതായത് divided by T is called the temperature coefficient of resistance. ഇനി ഇത് നമുക്ക് പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ യു ആർ ടേക്കിംഗ് ടെമ്പറേച്ചർ അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് റെസിസ്റ്റൻസ് അലോങ് ദി വൈ ആക്സിസ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ടെമ്പറേച്ചർ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, ഡി എക്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിലെ വേരിയേഷൻ ആയിരിക്കും, ഡി വൈ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിലെ വേരിയേഷൻ ആയിരിക്കും. സോ സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ ഡി ആർ ബൈ ഡി ടി ആയിരിക്കും സ്ലോപ്പ്. അതായത് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി.
സ്ലോപ്പ് ഇസ് ഈക്വൽ dy by dx നമുക്ക് അറിയുന്നതാണ്. ആൻഡ് y ഇന്റർസെപ്റ്റ് ഇസ് ബി ഈക്വൽ ടു r0. y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈന് y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് y ഇന്റർസെപ്റ്റ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു r0. സോ ആൽഫ ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ് dr by dt ഇൻറ്റു 1/r0. അതായത് നമുക്കറിയാം ഇവിടെ dr ആണ്, rt മൈനസ് r0 എന്ന് പറയുന്നത് dr ആണ്. dr ബൈ t എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഇവിടെ 0 ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് t മാത്രമായത്. t മൈനസ് t0 0 ഉണ്ട് ഇവിടെ. r0 ഇൻറ്റു t മൈനസ് 0 ഉണ്ട്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് നമുക്ക് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ അലോങ് ദ എക്സ് ആക്സിസ് ആൻഡ് റെസിസ്റ്റൻസ് അലോങ് ദി വൈ ആക്സിസ് എടുക്കാം. ഇപ്പോൾ ടെമ്പറേച്ചർ അനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുക ഫോർ എ കണ്ടക്ടർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ളതാണ് കണ്ടക്ടേഴ്സ്. അപ്പോൾ അതിൽ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ് ആർ ടി മൈനസ് r0 ഡിവൈഡ് ബൈ r0 ഇൻറ്റു ടി ആണ്. സോ ആർ ടി മൈനസ് r0 എന്ന് പറയുന്നത് നമുക്ക് ഡിഫറൻസ് ഇൻ റെസിസ്റ്റൻസ് ആണ്, അതിന് dr എന്ന് എടുക്കാം. ആൻഡ് ടി എന്ന് പറയുന്നത് ടി മൈനസ് t0 ആണ്, ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്ലോട്ട് എടുക്കുന്ന സമയത്ത് dr ബൈ dt എന്ന് പറയുന്നത് നമുക്കതിൻ്റെ സ്ലോപ്പായിട്ട് വരും. ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ r ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് ചേഞ്ച് ഇൻ y ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ x, dy ബൈ dx. dy ബൈ dx എന്ന് പറയുന്നത് ഒരു കർവിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. സോ dr ബൈ dt ഈസ് ദ സ്ലോപ്പ്. ഇനി നമുക്കിവിടെ എന്തുകൊണ്ട് ഇവിടെ r0 എന്ന് പറയുന്നത് നമ്മുടെ y ഇന്റർസെപ്റ്റ് ആയിരിക്കും. ഇവിടെ ഇത് കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും r0 വാല്യൂ. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻ നമ്മൾ അറിയാം ആർ ടി മൈനസ് r0 ഇൻറ്റു r0 ഇൻറ്റു ടി. ഇവിടുന്ന് ആൽഫ ഇസ് ഈക്വൽ ടു നമ്മൾ r1ഉം r2ഉം എടുക്കുകയാണെങ്കിലും ആൽഫ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ആർ ടിക്ക് പകരം നമ്മൾ r1 എടുത്തു, r1 മൈനസ് r0 ഇൻറ്റു t1 ആയിരിക്കും. അതേപോലെ തന്നെ r2 മൈനസ് r0 ഡിവൈഡ് ബൈ r0 ഇൻറ്റു t2 ആയിരിക്കും. അപ്പോൾ ഇതിന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. r1 ഇസ് ഈക്വൽ ടു r0 ഇൻറ്റു 1 പ്ലസ് ആൽഫ t1, അതുപോലെ r2 ഇസ് ഈക്വൽ ടു r0 ഇൻറ്റു 1 പ്ലസ് ആൽഫ t2. ഇതിന്ന് നമുക്ക് അതുപോലെ ആൽഫ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, r2 r1 രണ്ട് ടെമ്പറേച്ചറിലുള്ള t1 ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് r1ഉം t2 ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് r2 ആണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ആൽഫ ഇസ് ഈക്വൽ ടു 1/r1. 1/r1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഇസ് r1. 1/r1 into the change in resistance, that is r2 minus r0 divided by change in temperature, that is t2 minus t1. ഇതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫയുടെ ഇക്വേഷൻ. ഓക്കെ, താങ്ക് യു.